நான் அப்பவே சொன்னேன், அவன் ஒரு திருட்டு பையன். நல்லா செல்லம் கொடுங்க. பக்கா திருட. சத்தம் போடாதே, விவரம் சொல்லு. பையன் ஜெயில ஆளு வந்து சொன்னாங்க, கோபனை போலீஸ் பிடிச்சிட்டு போயிடுச்சான். அப்படியா? நான் அப்பவே சொன்னேன், சொன்னா கேட்டாதானே. நல்லா செல்லம் கொடுத்தீங்க. நான் சின்னம்மா தானே, நான் சொன்னா நீங்க கேட்க மாட்டீங்களே. சொன்னதை கேட்டிருந்தா இந்த மாதிரி ஆயிருக்காமா. செல்லம் கொடுக்காதீங்கன்னு சொன்னேனே, கேட்டீங்களா? இந்த மாதிரி தான் நடக்கும். நல்லா வேணும், நல்லா படுங்க, அவஸ்தைப்படுங்க. உங்களுக்கும் அவஸ்தை, எனக்கும் அவஸ்தை. എന്താ കലാപം? ആ ഗോപന്റെ എന്തോ കേസാ, മോഷണമാണ് സംഭവം എന്ന് തോന്നുന്നു. അവൻ അങ്ങനെ ചെയ്യില്ല സർ. ഏതോ ടൂറിസ്റ്റ് മദാമയുടെ കംപ്ലൈന്റ്. ഇപ്പൊ എവിടെയുണ്ട്? ഹോട്ടലുകാർ അവനെ പോലീസിൽ ഏൽപ്പിച്ചു. ഞാൻ ചിലപ്പോ ചീത്ത പറയും, ചിലപ്പോ തല്ലും. പക്ഷെ അവൻ കക്കില്ല സർ. ഞാനൊന്ന് പോയിട്ട് വരാം. അത്യാവശ്യമാണെങ്കിൽ ഞാൻ മടങ്ങി വരും. എന്റെ കൂടെ വരണം. താൻ പോയി നോക്ക്. ഉറക്കം പിടിച്ചതായിരുന്നു. പകലുറങ്ങിയാൽ തടിക്കും. ഫിഗർ പോകാതെ നോക്കണം. അതല്ലേ നിന്റെ മൂലധനം. ഓ, അതിനും പിണങ്ങിയോ? ഈ കുന്നുകളിൽ ഒരു ചെടിയുണ്ടത്രേ, നീലക്കുറിഞ്ഞി. 12 കൊല്ലത്തിൽ ഒരിക്കലേ പൂക്കും. അതോടെ ചെടിയെ നശിക്കും. ലൈഫ് അങ്ങനെയാവണം. ഒരിക്കലാകെ പൂക്കും, അതോടെ കഴിയണം. സോറി, ബുദ്ധിയുടെ ഉപയോഗം ഇല്ലാത്തവരോട് ഡിസ്കസ് ചെയ്ത് എന്റെ മണ്ടത്തരം. ആ പിന്നെ ശ്രീദേവിയെ കണ്ടില്ലേ? ഇന്നലെ ഇവിടെ വന്ന അവരുടെ രണ്ടാമത്തെ മകൾ, എഞ്ചിനീയർ രാമകൃഷ്ണന്റെ മിസ്സസ് മൂത്തത്. മറ്റേ കുട്ടി മനസ്സിലായി. വായി തുറന്നാ മുത്ത് വീണുപോകുന്ന സ്റ്റൈലിലിരുന്ന ആ പെണ്ണല്ലേ? അവളെ ഭർത്താവ് ഉപേക്ഷിച്ചതാ, അറിയാം. നീയും കുടുംബചരിത്രം പഠിക്കുമായിരുന്നു. ആ കണ്ണമ്മ പറഞ്ഞതാ. അവളുടെ ഇരിപ്പും നാട്യവും എന്താ ഒരു ഗമ. നിന്നെപ്പോലുള്ള അലവലാതി പെണ്ണുങ്ങളെ പറ്റി പറയുന്ന പോലെ അങ്ങനെ അലക്ഷ്യമായി കമന്റ് ഒന്നും വേണ്ട. കണ്ടപ്പോഴേക്കും വീണുപോയോ? വേണമെങ്കിൽ നോക്കിക്കോ, വേക്കൻസി ഉണ്ടല്ലോ. അതുകൊണ്ടാവും ഭർത്താവ് പുറത്താക്കിയത്. അർഹിക്കാത്തവർക്ക് കെട്ടിക്കൊടുത്താൽ അങ്ങനെയൊക്കെ സംഭവിക്കും. നിനക്കതിനെപ്പറ്റി എന്തറിയാം? അഥവാ കണ്ടുമുട്ടിയാൽ തന്നെ ആ വിഷയം എടുത്തിട്ടുണ്ട്. അവളാകെ അപ്സെറ്റാ. നീ എന്തേ കല്യാണം കഴിക്കാത്തത്? പറ. വേണ്ടെന്ന് വെച്ചതോ അതോ? എന്താ മുതലാളിമാരും കുമ്പസാര കഥകൾ എഴുതാൻ തുടങ്ങുന്നുണ്ടോ? ചുമ്മാ ചോദിച്ചതാ. എന്തിനാ കഷ്ടപ്പെടുന്നത് അല്ലേ? ഉത്തരവാദിത്വം ഇല്ല, ഇഷ്ടം പോലെ കാശ്, നല്ല ആഹാരം, യാത്ര, നിത്യ കല്യാണമല്ലേ, സുഖം. കറക്റ്റ്. ആരോ സമ്പാദിച്ചു കൊടുത്ത കാശ് മുടിക്കാൻ ചില യൂസ്ലെസ്സുകൾ ഉണ്ടാവുമല്ലോ എന്നും അവര് വിളിക്കുമ്പോ പോകാൻ ചിലര് വേണ്ടേ? അതിൽപ്പെട്ടു. അതാണ് തലയിലെഴുത്ത്. എവിടേക്കാ? ഒന്ന് നടക്കാൻ. എങ്ങോട്ട്? പേടിക്കണ്ട, നിങ്ങളുടെ വലിയ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ മാറി നടന്നോളാം. സത്യം പറയടാ.
10-24 കൊല്ലമായി ഞാൻ ഈ നാട്ടില്. ഇന്ന് വരെ ഞാൻ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. നാട്ടുകാർക്ക് എന്റെ ജീവനാ. ചത്തുറടാ. എന്നെ തുടരരുത്. നീ അത്രയ്ക്കായോടാ? അരുത്. എന്താ കേസ്? ഗോപൻ, പ്രാർത്ഥിച്ചു. എന്തായിരുന്നു കേസ്? ഞാനൊന്നും കണ്ടിട്ടില്ല ചേച്ചി. ആരാ കംപ്ലൈന്റ് ചെയ്തത്? ഒരു മദാമ സ്ഥലം കാട്ടിക്കൊടുക്കാൻ വിളിച്ചപ്പോൾ രാവിലെ പോയി. ഇന്നലെയും പോയിരുന്നു. അവര് വിളിച്ചപ്പോൾ മുറിയിലും പോയി. ഞാൻ ഒരു കാശും തൊട്ടിട്ടില്ല. എന്നിട്ടെന്തേ? സാരമില്ല, കേസില്ലാതെ ഒഴിവായില്ലേ. പോലീസുകാര് ഭീഷണിപ്പെടുത്തി, തല്ലിയില്ല. മദാമ്മയ്ക്ക് എന്താ ഇങ്ങനെ തോന്നാൻ? ഹോട്ടലിലെ പിള്ളേർ വല്ലവരും മോഷ്ടിച്ചിട്ടുണ്ടാവും. ചെറുപ്പക്കാരിയാണോ മദാമ്മ? ഒരു തള്ള. അവര് കാശ് തന്നത് വാങ്ങാതെയാണ് ഞാൻ പോന്നത്. അശ്രീകരം. അതാണ് ദേഷ്യം. സത്യം മുഴുവൻ പറയാൻ വയ്യല്ലോ ചേച്ചി. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നു. പോലീസുകാരേക്കാൾ പേടി അച്ഛനെയായിരുന്നു. ചേച്ചി നല്ല സമയത്ത് വന്നു. ഞാൻ ചേച്ചിന്ന് വിളിച്ചതിൽ ഒന്നും തോന്നരുത്. എത്ര വയസ്സായി? 23. അപ്പോ എന്റെ പേര് വിളിച്ചാൽ മതി. മുതലാളിയുടെ വീട്ടിലെ ആളുകളെ ഇവിടത്തുകാരെ അമ്മ എന്നാണല്ലോ വിളിക്കുക. അവരെ അമ്മ എന്നാണല്ലോ പറയാറ്. അത് അവരുടെ ഭാഷ. നടക്കട്ടെ. ഇനി ഇങ്ങോട്ടാ? വീണ്ടും മദാമ്മയോട് വല്ലതും പറയാനുണ്ടോ? പറയാനുള്ളത് മുഴുവൻ വിളിച്ചു പറയാൻ വേണ്ട. ഇംഗ്ലീഷ് എനിക്കറിയില്ല. അല്ലെങ്കിൽ ടൗണിൽ നിന്ന് വല്ലതും വാങ്ങാനുണ്ടോ? രണ്ടു നേരം അമ്പലത്തിൽ തൊഴുതാലേ എനിക്ക് സമാധാനമുള്ളൂ, ഏത് നാട്ടിലായാലും. രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ വീട്ടിൽ ബഹളം തുടങ്ങിയിട്ടുണ്ടാവും. നടക്കട്ടെ. നേരത്തെ വരുമല്ലോ രണ്ടാളും. വരാം.